ഒരാഴ്ചയായി പ്രവർത്തിക്കുന്ന കമ്മ്യൂണിറ്റി കിച്ചണിലാണ് ഞാനുള്ളത്. താഞ്ഞിലോട് പോളിടെക്നിക് കോളേജിലാണ് ഈ കമ്മ്യൂണിറ്റി കിച്ചൺ പ്രവർത്തിക്കുന്നത്. വിശ്രമമില്ലാത്ത പ്രവർത്തനം, 24 മണിക്കൂറും ഇത്തരത്തിൽ ഭക്ഷണം പാകം ചെയ്ത് പാക്ക് ചെയ്ത് ആളുകൾക്ക് എത്തിച്ചു നൽകുകയാണ്. ദുരിതാശ്വാസ ക്യാമ്പുകൾ, അതുപോലെ തന്നെ ഈ രക്ഷാപ്രവർത്തനം നടക്കുന്ന സ്ഥലങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം തന്നെ ഈ അവിടേക്കൊക്കെയുള്ള ഭക്ഷണമാണ് ഇവിടെ ഇങ്ങനെ പാകം ചെയ്ത് പാക്ക് ചെയ്ത് സുരക്ഷിതമായി തന്നെ എത്തിക്കുന്നത്. ഈ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷനാണ് ഈ കമ്മ്യൂണിറ്റി കിച്ചൻ്റെ ചുമതല ഏറ്റെടുത്തിട്ടുള്ളത്. വിശ്രമമില്ലാതെ 150-ലേറെ പേർ വിശ്രമമില്ലാതെ ഇവിടെ ഭക്ഷണം പാകം ചെയ്യുന്നതിനുമൊക്കെയുണ്ട്. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ്, സംസ്ഥാന സെക്രട്ടറി അനീഷ് ബി നായർ നമ്മോടൊപ്പം ഉണ്ട്. എത്ര ദിവസമായി ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് വിശ്രമമില്ലാത്ത? തീർച്ചയായിട്ടും ഒരാഴ്ചയായി ഞങ്ങളിവിടെ കിച്ചൺ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരാഴ്ചയായി. നമ്മുടെ ഈ ദുരന്തം ഉണ്ടായ അന്ന് രാവിലെ മുതൽ 7500 പേരുടെ ഭക്ഷണം അന്നും ഇതിന് പിറ്റേ ദിവസവും ഞങ്ങൾ ഹോട്ടലുകളിൽ നിന്ന് അപ്പോൾ തന്നെ തയ്യാറാക്കി കൊണ്ടുവന്ന് കൊടുക്കുകയാണ് ചെയ്തത്. 2 മണിക്കൂറിനുള്ളിൽ തയ്യാറാക്കിയ ഭക്ഷണം ആളുകൾക്ക് കഴിക്കാവുന്ന രീതിയിൽ കൊണ്ടുപോവുകയും 2 മണിക്കൂർ കഴിഞ്ഞാൽ ആ ഭക്ഷണം തിരിച്ച് ഹോട്ടലിലേക്ക് കൊണ്ട് ഡിസ്പോസ് ചെയ്യുകയാണ് ഞങ്ങൾ ചെയ്തത്. പിന്നീടാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കിയത് നമുക്ക് കുറച്ചുകൂടെ നല്ലത് ഒരു കിച്ചൺ സ്റ്റാർട്ട് ചെയ്താൽ ലൈവായി കൊടുക്കാമല്ലോ. പ്രത്യേകിച്ച് ഫോഴ്സാണല്ലോ, നമ്മളെ സഹായിക്കാൻ വന്ന ഫോഴ്സിന് കൃത്യമായി നല്ല ഭക്ഷണം കൊടുത്തിട്ടില്ലെങ്കിൽ, നല്ല ഭക്ഷണം മീൻസ് ചൂടോടുകൂടി സമയത്ത് കൊടുത്തില്ലെങ്കിൽ, എല്ലാവരും കൊടുക്കുന്ന നല്ല ഭക്ഷണമാണ്, മോശം ആരും കൊടുത്തിട്ടില്ല. പക്ഷേ നമുക്ക് സമയത്ത് കൊടുക്കാൻ കഴിഞ്ഞാൽ കുറച്ചുകൂടി നന്നായിരിക്കും തോന്നി. ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റ് ഞങ്ങളോട് ചോദിച്ചു ചെയ്യാൻ കഴിയും, 100% ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞു. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷനാണ് ഭക്ഷണം കൊടുക്കാമെന്ന് ഏറ്റത്. അപ്പോൾ ഞങ്ങളൊരു സൗകര്യം കിട്ടിക്കഴിഞ്ഞാൽ കിച്ചൺ സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. സംസ്ഥാന കമ്മിറ്റി പറഞ്ഞു നമുക്ക് ഓരോ ജില്ലയിൽ നിന്നും ആവശ്യമായ ആളുകളെ ഭക്ഷണം പാകം ചെയ്യാൻ അയക്കാമെന്ന് പറഞ്ഞു. ഭക്ഷണം പാകം ചെയ്യുന്നത് പൂർണ്ണമായും ഹോട്ടൽ ഉടമകളാണ്. 5ഉം 6ഉം ഒക്കെ ഹോട്ടലുകളുടെ ഉടമകളാണ് ഭക്ഷണം പാകം ചെയ്യുന്നത്. കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ആദ്യം ചെയ്തത്. ഇപ്പോൾ അതിനുശേഷം ഓരോ ജില്ലാ കമ്മിറ്റികളും വിദഗ്ധരായിട്ടുള്ള ഉടമകളെ, ഭക്ഷണം പാചകം ചെയ്യാൻ കഴിയുന്ന ആളുകളെ അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഒരു ദിവസം 10,000 ഭക്ഷണം കൊടുക്കാനുള്ള കപ്പാസിറ്റി ഇപ്പോൾ കിച്ചണുണ്ട്. ഇന്നലെ ഞങ്ങൾ കുറച്ചുകൂടി ശേഷി കൂട്ടി, ഇതുവരെ 10,000 കൊടുക്കായിരുന്നു. പിന്നെ 24 hours ഈ കിച്ചൺ വർക്ക് ചെയ്യുന്നത്. ഇവിടെ പോലീസിൻ്റെ നല്ല സഹായം ഞങ്ങൾക്കുണ്ട്. പോലീസ് സേന, നിങ്ങൾ ഇവിടെ വരുന്നവർ കിച്ചണിലെ സ്റ്റാഫിനെ പോലെ നമ്മളെ സഹായിക്കുന്നു. ഫുഡ് ആൻഡ് സേഫ്റ്റി ഉണ്ട്. ഗവൺമെൻറ്റിൻ്റെ, റവന്യൂവിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും കളക്ടറേറ്റിൻ്റെയും നല്ല സഹായം ഞങ്ങൾക്ക് ലഭ്യമാണ്. മെനു ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പോയി. ഇപ്പോൾ സമയം 8 മണിയല്ലേ, 6 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഇവിടെ നിന്ന് പോയി. 3000 പേർക്കുള്ള ഭക്ഷണം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വേണമെന്നാണ് പറഞ്ഞത്. 3300 പേർക്കുള്ള റിസർവ് അടക്കം ഭക്ഷണം അങ്ങോട്ടേക്ക് പോയി. ഡോഗ് സ്ക്വാഡിനുള്ള ഭക്ഷണം പോയി. കൂടാതെ പുറത്തേക്ക് ഒരു 500 ഭക്ഷണം വേറെയും പോകുന്നുണ്ട്. വിംസ് ഹോസ്പിറ്റലിലേക്കുള്ള ഭക്ഷണമുണ്ട്. കൺട്രോൾ റൂമിൽ ജോലി ചെയ്യുന്ന പോലീസിനുണ്ട്. അതുപോലെ തന്നെ മറ്റ് ചില സ്ഥലങ്ങളിൽ സന്നദ്ധ സേവനം നടത്തുന്ന ആളുകൾ ഭക്ഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവർക്കുള്ള ഭക്ഷണം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ. പിന്നെ ഉച്ചയ്ക്ക് ചോറ്, ഒരു കൂട്ടുകറി ഏതെങ്കിലും ഒന്ന്, സാമ്പാർ, ഉപ്പേരി, അച്ചാർ തുടങ്ങിയിട്ടുള്ള സാധനങ്ങളാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ചോറിപ്പോൾ ഇവിടെ ഏകദേശം ചോറെല്ലാം ഊറ്റി വെച്ച് കഴിഞ്ഞു. അതിൻ്റെ പാക്കിങ്, ഈ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങ് പോയാൽ കിച്ചൺ ക്ലീൻ ചെയ്യും. അടുത്ത സാധനം ഫുഡ് ആൻഡ് സേഫ്റ്റിക്കാണ് ഇതിൻ്റെ ചുമതല. സീതാറാം മാഡത്തിനാണ്. സീതാറാം മാഡം കളക്ടർ, സബ് കളക്ടർ, ഡെപ്യൂട്ടി കളക്ടർക്കാണ് ഇതിൻ്റെ ചുമതല. പോലീസ് ഉദ്യോഗസ്ഥർ മുഴുവൻ സമയമുണ്ട്. ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിൽ മാത്രമാണ് ഫുഡുകൾ പോകുന്നത്. അവരുടെ കൺട്രോളിലാണ് കാര്യങ്ങൾ. ഭക്ഷണം പാചകം ചെയ്ത് പാക്ക് ചെയ്ത് ഞങ്ങൾ കൊടുക്കുന്നു. വയനാട് ടൂറിസം അസോസിയേഷൻ സംഘടനയുണ്ട്, അവരാണ് വോളണ്ടിയർമാർ നമുക്ക് തരുന്നത്. അവരുടെ വോളണ്ടിയർമാരുണ്ട് ഏകദേശം 150ഓളം പേർ. പിന്നെ സന്നദ്ധ സംഘടനയുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും ഒക്കെ പ്രതിനിധികളെ ഞങ്ങൾക്ക് ഈ പറയുന്ന പാക്കിങ്ങിനൊക്കെ അയക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഏറ്റെടുക്കുന്ന ഏറ്റവും വലിയൊരു ദൗത്യമായിരിക്കും അത്. ഏറ്റവും വലിയ ദൗത്യമാണ്. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ വയനാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇത് മൊത്തം കൺട്രോളിങ്ങിന് പോകുന്നത്. വിശ്രമമില്ലാത്ത പ്രവർത്തനമാണ്. ഭക്ഷണം ഈ ദുരന്തബാധിതർക്ക് ഒരുക്കി നൽകുക എന്നത്, കൃത്യസമയത്ത് സമയക്രമം പാലിച്ച് എത്തിക്കുക എന്നത് വെല്ലുവിളി നിറഞ്ഞ കാര്യമാണ്. അതുപോലെ തന്നെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട വിവിധ സേനകൾ, സന്നദ്ധ പ്രവർത്തകർ എന്നിവർക്കെല്ലാം ഉള്ള സുരക്ഷിതമായ ഭക്ഷണമാണ് വിശ്രമമില്ലാതെ ഊണും ഉറക്കവും ഒഴിച്ച് ഇവർ ഇവിടെ തയ്യാറാക്കുന്നത്.